കരച്ചിലായിരുന്നു രനീഷേട്ടാ. എനിക്കതിപ്പോൾ പറയുമ്പോഴും ഭയങ്കര പ്രയാസമുണ്ട്. ഒറ്റ കരച്ചിലായിരുന്നു എൻ്റെ മുമ്പിൽ. ഷാനെ മീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ കല്ലൂർ പള്ളി പോയി. കുറേ നേരം ഞാനിവിടെ ഇരുന്നു. എനിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പോൾ പാടി കഴിഞ്ഞിട്ട് നമ്മൾ അമൃതത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. ഇതൊക്കെ ക്രിഞ്ചാന്ന് പറയും രനീഷേട്ടാ. ഇത് ക്രിഞ്ചല്ല, ഇത് ജീവിതമാണ്, ഇതാണ് ലൈഫ്. അഴപോലും പെൺമൈനേ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. അന്ന് പിന്നെ നമ്മൾ രണ്ടുപേരും മറ്റേ യങ് ബ്ലഡ് അല്ലേ, അതിന്റെ ഒരു സ്പിരിറ്റ് വരെ. പ്രായമുണ്ട്, തോന്നിക്കൂല, അതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ ചെറുപ്പത്തിൽ കിങ് ഫിഷറിന്റെ ഒരു ആഡ് ഉണ്ടായിരുന്നു. ഉലാലാലാലേയോ ഉലാലാലാലേയോ ഉലാലാലാലാ ഉലാലാലാലേയോ. അത് ഭയങ്കര രസമാണ് കേൾക്കാൻ. അപ്പൊ ഈ ഊല എന്ന് പറയുന്ന സാധനം നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതൊരു തെറിയായിട്ടും തോന്നും, എന്നാൽ അത് തെറിയുമല്ല. ചില വരികളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ദുനിയാവിൽ റബലാണ് ഞാൻ, മനതാരിൽ ചെതലാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഉള്ള സാധനമായിരുന്നു ജീവിതം ഒരു മരണമാസ്, ഞാൻ അതിൽ കൊലമാസ്. കൊട്ര, അങ്ങനെ തട്ര, അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അയച്ച സാധനത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു കുതിരയുടെ സൗണ്ട് ഇട്ടാലോ എന്നിട്ടൊരു സാധനം. പിന്നെ മറ്റേ പഴയ മിമിക്രിക്കാരൊക്കെ ചെയ്യൂലേ, എന്നിട്ട് ഡോറ് തുറക്കുന്ന സാധനമൊക്കെ, അങ്ങനത്തെ കുറെ സാധനങ്ങൾ. അതെ, കൊക്കക്കോഴിയുടെ തുടക്കത്തില് അതൊക്കെ ഞാൻ ചെയ്ത. എനിക്ക് മനസ്സിലായ കാര്യം എന്താ പറയുക, കേരളത്തിൽ നമ്മൾ ഇതൊന്നും പറയരുത്. അതായത് ഇതിനെ പറ്റിയിട്ട് വേറൊരാൾക്കൊരു അഭിപ്രായം, താഴെ അടിയാണ് ആൾക്കാർ. അവൻ എന്തെങ്കിലും വിശ്വസിച്ചാൽ നിനക്കെന്താണെന്ന് പറഞ്ഞിട്ട് ആരോ തമ്മിൽ അടി ഉണ്ടാക്കുക. പരസ്പരം അറിഞ്ഞൂടാത്തവര് വിനീതിന് വേണ്ടിയിട്ടും എതിരഭിപ്രായം പറയുന്ന ആൾക്ക് വേണ്ടിയിട്ടും. അതുകൊണ്ട് ഞാൻ നീ കേരളത്തിലൊന്നും മിണ്ടുന്നില്ല. ഈ ഷാൻ റഹ്മാന്റെ പാട്ടുകളിൽ കോമിക് പാട്ടുകളാണോ അതെ അല്ലാത്ത പാട്ടുകളാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ വേർതിരിക്കാൻ പറ്റില്ല. വിനീതിന് ഷാനിനെ കുറിച്ചൊരു ഒപ്പീനിയൻ അതിനെക്കുറിച്ച് ചോദിച്ചാൽ മെലഡി ചെയ്യുന്നതാണോ ഷാന് കോമഡി ചെയ്യുന്നതാണോ കൂടുതൽ ഇഷ്ടം? ഞാൻ ഇത് രണ്ടും എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ആയിരുന്നു അരവിന്ദൻ്റെ അതിലുള്ള കണ്ണേ തായ്മലരെ. ആ പാട്ട് ഞങ്ങൾ രണ്ടുപേരും സിംഗിൾ ടേക്കിലാണ് അത് ചെയ്ത. അതിൻ്റെ സിംഗിൾ ടേക്കിലാണ്. ലിറിക്ക് ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഒരു താരേ താരേ. അവൻ എനിക്ക് ബേസിക് ട്യൂൺ പറഞ്ഞു തന്നു. ട്യൂൺ പറഞ്ഞു തന്നിട്ട് അവൻ പറഞ്ഞു ഞാനിത് ലൈവ് കീബോർഡ് വായിക്കാം, നീ ലൈവ് പാടിക്കോ. എന്നിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്, ആ സിസ്റ്റത്തിൻ്റെ ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അപ്പുറത്തുനിന്ന് കീബോർഡ് വായിക്കും. അതിന് ടെമ്പോ ഇല്ല. ആ പാട്ട് ഞാൻ എന്ത് പാടുന്നു അതിൻ്റെ കൂടെ അവൻ വരിക ചെയ്യുന്നത്. അപ്പോൾ അത് ഒരുമിച്ച് റെക്കോർഡ് ചെയ്തതാണ് അങ്ങനെ. എന്നിട്ട് അത് പാടിക്കഴിഞ്ഞിട്ട് പിന്നെ ആ സാധനം നമ്മൾ ഹരിക്ക് അയച്ചു കൊടുത്തിട്ടാണ് ഹരി അത് ലിറിക്സ് എഴുതുന്നത്. ആദ്യം എനിക്ക് തോന്നുന്ന കണ്ണേ പൂങ്കുയിലേ അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ പാടിയ, വെറുതെ ഒരു ഡമ്മി പാടിയ. അത് കണ്ണേ തായ്മലരേ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഹരി ഇങ്ങോട്ട് അയച്ചു. അതിൽ തന്നെ നമ്മൾ സോൾഡായിരുന്നു. അമ്മേനെ ആരും കണ്ണേന്ന് വിളിക്കൂലല്ലോ, പക്ഷെ അത്രയും സ്നേഹത്തിൽ അമ്മേനെ വിളിക്കാം അല്ലേ. അമ്മ മക്കളെ മാത്രമല്ലല്ലോ, മക്കൾക്ക് അമ്മേനെയും വിളിക്കാമല്ലോ. ഇടയ്ക്ക് അത് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ പാട്ടിനെ കുറിച്ചാണ് സംസാരിച്ചു പോകുന്നത്. പക്ഷേ ഈ തിര പോലൊരു സിനിമ സത്യത്തിൽ വീണ്ടും അതേപോലെയുള്ള സിനിമ ചെയ്യണം, ഇല്ലെങ്കിൽ അതേപോലുള്ളൊരു കഥ പറച്ചിൽ രീതി എന്ന് വെച്ചാൽ അത് ആവർത്തിക്കണമെന്നല്ല, പക്ഷെ അങ്ങനെ ഒരു ബലത്തിൽ പറയണം, ഇല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരാ വിനീതെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ. ഇതല്ല, ഇനിയും കൂടുതൽ എന്തൊക്കെ വരാനുണ്ടെന്ന് തോന്നില്ല. അപ്പം തിര പറഞ്ഞു വെച്ചു, വിനീതിൻ്റെ ഒരു ബുദ്ധി കാണിച്ചു, ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ക്രാഫ്റ്റ് വർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കമേഴ്സ്യലൈസേഷൻ്റെ ഭാഗം അല്ലാതെയും ആയിട്ടും ആ സിനിമയെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള വർക്കുകൾ പിന്നെ എന്തുകൊണ്ടാണ് ഇനിഷ്യേറ്റ് ചെയ്യാത്തത്? എനിക്ക് അത്രയും ഡാർക്ക് സ്പേസിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ചേട്ടാ. നമ്മുടെ ലൈഫിനൊരു ബാധിക്കുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകൾ തൊടണ്ട, അതിൻ്റെ ഒരു റിസർച്ച് ഉണ്ടായിരുന്നു നമ്മുടെ. അതായത് അനുരാധ കൊയ്രാള, സുനിത കൃഷ്ണൻ, സൊമാലി മാം, ഇങ്ങനെ കുറേ സ്ത്രീകൾ ഇവർ ഈ ട്രാഫിക്കിങ്ങിനെയും പറ്റിയിട്ടും പിന്നെ റെസ്ക്യൂയിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ സൊമാലി മാമിൻ്റെ ഒരു പുസ്തകമുണ്ട്, റോഡ് ഓഫ് ലോസ്റ്റ് ഇന്നസെൻസ് അങ്ങനെ എന്തോ ആണ്. ആ പുസ്തകമൊക്കെ വായിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ തന്നെ പറ്റിയിട്ടില്ല.
കംബോഡിയയിലൊക്കെ ഉള്ള. അതെ അതെ. അപ്പോൾ നമ്മൾ പേപ്പറിലൊരു ആർട്ടിക്കിൾ വായിക്കുന്ന പോലെയല്ല, ഇങ്ങനെ ഒരാളുടെ ബയോഗ്രഫി വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയാവാൻ തുടങ്ങും. അപ്പോൾ തിരയുടെ പ്രിപ്പറേഷൻ ടൈമിലും തിര ഷൂട്ട് കഴിഞ്ഞിട്ടും പോസ്റ്റ് വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് ഇതാണല്ലോ. അപ്പോൾ ഭയങ്കരമായിട്ട് മെൻ്റലി ഒരു സന്തോഷമില്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനൊരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയിട്ട് സുനിത കൃഷ്ണൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു കുറച്ച് ഫാക്ട്സ് പറഞ്ഞു. ഞാൻ കുറേ ദിവസത്തേക്ക് പിന്നെ ഇത് എന്തിനാണ് ഞാൻ ഈ ഡോക്യുമെൻ്ററി ചെയ്യണം എന്നുള്ളത് എനിക്ക് ചർച്ച ചെയ്യും. കാരണം അവർ പറയുന്ന ഫാക്ട്സ് അത്രയ്ക്കും ഹെവിയാണ്. നമ്മളിവിടെ അത് വളരെ സോഫ്റ്റായിട്ട് ലളിതമായിട്ടൊരു സുഖകരമായിട്ടാണ് നമ്മൾ എഴുതി പോകുന്നത്. അതങ്ങനെയല്ലല്ലോ. അവർ പറയുന്ന ഒരു 5 വാക്യം കൊണ്ട് നമ്മുടെ ലൈഫിന് മൊത്തത്തിൽ കീഴ്മേൽ മറിച്ചു. അത് ഫേസ് ചെയ്യുന്ന അത്രയ്ക്ക് വലിയ സംഭവമാണ്. അത് ചിലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ആ വഴിക്ക് പോയാൽ ആ വഴിക്ക് അങ്ങ് സുനിതാ കൃഷ്ണനെ പോലെ ആയി പോകുമെന്ന് പേടിക്കുകയാണ് നമ്മൾ. അത് എങ്ങനെയാണത് കൺവേ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്പേസിൽ ഇരിക്കുമ്പോൾ പോലും സുനിതാ കൃഷ്ണൻ ആവുമെന്ന് പേടിക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഗ്രഹിക്കാത്തൊരു കാര്യമാണ്. അവരൊക്കെ ഉണ്ടല്ലോ, അനുരാധ കൊയ്രാള, സുനിതാ കൃഷ്ണൻ എന്നൊക്കെ പറയുന്നത്, അവരൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അങ്ങനെയുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത്, അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലൊക്കെ എത്ര പേരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും ഒരു തേങ്ങയും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ റിയാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റിയാലിറ്റി എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള റിയാലിറ്റി എന്ന് പറയുന്ന അവസ്ഥയിൽ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അവിടെയാണ് നമുക്ക് മ്യൂസിക്കും ആർട്ടും ഒക്കെ നമ്മളെ സഹായിക്കുന്നത്. എസ്കേപ്പിസമാണ്. എൻ്റെ സിനിമയിൽ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ആൾക്കാർ വരുന്നത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടല്ലേ, അവർ എസ്കേപ്പ് ചെയ്യട്ടെ നമ്മുടെ സിനിമയിലേക്ക്, അവർക്കൊരു സന്തോഷം കിട്ടട്ടെ, അവരൊന്ന് റിലീവ്ഡ് ആവട്ടെ, എന്നിട്ട് തിരിച്ചു പോയിക്കോട്ടെ അവരുടെ റിയാലിറ്റിയിലേക്ക്, അല്ലേ? അതെ. അത് വിനീത് ക്രിഞ്ച് എന്ന് പറയുമ്പോൾ അതിന് ഇത്രയും സ്റ്റാൻഡ് ചെയ്തിട്ട് ഇത് ഞാൻ ക്രിഞ്ച് ചെയ്യും എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലെ രഹസ്യം അങ്ങനെയല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അതിനെ ന്യായീകരിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ അതിന്റെ പിന്നിലൊരു സൈക്കോളജി ഉണ്ടെന്ന് എനിക്കറിയാം. ആളുകൾ സന്തോഷിക്കണം എന്നുള്ളത്, റൊമാൻസ്, നൊസ്റ്റാൾജിയ, പിന്നെ ലൈറ്റർ ഫീലിങ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, അത് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതെ, നമ്മൾ ഫോണിൽ സംസാരിച്ചാൽ അറിയാം. അല്ലെങ്കിൽ എന്റെ പടങ്ങൾ ഓടൂലല്ലോ. നോക്ക്, അല്ലെങ്കിൽ ഇത്രയും പേര് ആരോപിച്ചിട്ട് നമ്മുടെ പടം എങ്ങനെ ഓടാനാണ്, അല്ലേ? അപ്പോൾ അത് വേറൊരു റിയാലിറ്റിയാണ്. അല്ല, അത് നമ്മൾ പുറമേ നിൽക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഉള്ളിൽ പോയിട്ട് നമ്മൾ ഇപ്പോൾ ഒരാളോട് നമുക്ക് കുറച്ചൊരു കൊഞ്ചി സംസാരിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റും, അങ്ങനെ പറ്റുള്ളൂ, വേറൊരു വഴിയില്ല. ഇതിനെ ഹ്യൂമറാക്കിയാൽ അതിന് കൂടുതൽ റിസപ്ഷൻ ഉണ്ടാവും. അതെ. അപ്പോൾ തട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് റൊമാൻസിൻ്റെ അറൗണ്ട് നമ്മളിങ്ങനെ ഹ്യൂമർ വെച്ച് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ആൾക്കാർക്ക് ആ ക്രിഞ്ച് എന്ന് പറഞ്ഞ ഫീല് വരാഞ്ഞത്. ഹൃദയമൊക്കെ എത്തിയപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലായിട്ട് എഴുതണം എന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടെ ഹാർട്ട് ഫെൽട്ടായിട്ട് എഴുതാൻ തുടങ്ങി. ഹാർട്ട് ഫെൽട്ടായിട്ട് എഴുതുമ്പോൾ എപ്പോഴും ഭയങ്കര ട്രിക്കിയാണ് അത്. കാരണം നമ്മൾ മനസ്സ് അങ്ങ് പോർ ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ പേപ്പറിലേക്ക് വരിക. അതിന് ഭയങ്കര സത്യസന്ധത ഉണ്ടാവും. അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. കിട്ടുന്ന ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് കിട്ടും. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക് അതല്ലാത്ത റിയാലിറ്റിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇവൻ എന്ത് തേങ്ങയത് കാണിച്ചത്. പക്ഷെ അവർക്കാണെങ്കിലും സിനിമയുടെ ഡ്രാമ ഉണ്ടല്ലോ, ഡ്രാമ കറക്റ്റായിട്ട് വർക്കായി കഴിഞ്ഞാൽ അവരടക്കം നമ്മുടെ സിനിമ ഇരുന്ന് കണ്ടോളും. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ക്രിഞ്ചാണെങ്കിൽ പോലും പടം മൊത്തത്തിൽ ആൾക്കാർക്ക് വർക്കാവുന്ന. ഫ്ലോലെസ് ആയിട്ടൊരു സിനിമ ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് പല ടോപ്പിക്സും ടച്ച് ചെയ്യാൻ പറ്റാണ്ട് വരും. അതാണ് നമ്മുടെ എയിമെങ്കിൽ. പക്ഷേ എൻ്റെ സിനിമ ഫ്ലോഡ് ആണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടെറിട്ടറിയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പടം ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് സിനിമ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഡ്രാമ ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം നമുക്ക് കുറച്ചുകൂടെ പേഴ്സണലായിട്ടും ഹാർട്ട് ഫെൽട്ടായിട്ടും അത് ചെയ്യുകയും ചെയ്യാം. ഈ ഷാനിനെ വെച്ചിട്ട് ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കിയപ്പോഴും ഹൃദയത്തിനകത്ത് ഇപ്പോൾ ഹിഷാമിനെ ഉപയോഗിച്ചു, ഇപ്പോൾ അമൃതിനെ കൊണ്ടുവരുന്നു. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മാറി ചിന്തിക്കുന്നത്? വ്യത്യസ്തമായിട്ടുള്ള ജോണറിൽ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടോ പുതിയത് എക്സ്പ്ലോർ ചെയ്യാണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഹൃദയത്തിൻ്റെ ടൈമിൽ ഇപ്പം ഞാൻ ജേക്കബിൻ്റെ സ്വർഗരാജിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഹിഷാമിൻ്റെ പാട്ടുകൾ, ഹിഷാമിൻ്റെ ഒരു ആൽബം ഉണ്ടായിരുന്നു, കദംബട എന്ന് പറഞ്ഞ ആൽബം. അതിലുള്ള ആമിലിയാർ എന്ന് പറഞ്ഞ പാട്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ സീനുകൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ജേക്കബിൻ്റെ സ്വർഗരാജ്യം, ജോബ് കുര്യൻ്റെ പദയാത്ര എന്ന് പറഞ്ഞ പാട്ടും
ഹിഷാമിൻ്റെ ആമില്യാർ എന്ന് പറയുന്ന പാട്ടുമാണ് ഞാനപ്പോൾ ലൂപ്പടിച്ച് കേട്ടോണ്ടിരുന്നത് ആ സമയത്ത്. അപ്പോൾ ജോബിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി, ജോബ് എപ്പോഴെങ്കിലും എനിക്ക് അതായത് അടുത്ത പടം അങ്ങനെയൊന്നുമല്ല, ഏതെങ്കിലും ഒരു കാലത്ത് എനിക്കൊരുപാട് മ്യൂസിക് ചെയ്തു തരുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ജോബിന് പക്ഷേ ഫിലിം മ്യൂസിക്കിനോട് അത്ര താല്പര്യമില്ല. ജോബ് പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുള്ള പാട്ടുകളിൽ വിനീതിന് ഇഷ്ടമുള്ള പാട്ടുകളുണ്ടെങ്കിൽ വിനീത് എടുത്തോളൂ, സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഇച്ചിരി ടഫാന്ന് പറഞ്ഞു. അത് വേറൊരു സാധനമാണ്. ജോബ് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോബിന്റെ പാട്ടുകൾ. അതേപോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഹിഷാം. പക്ഷേ ഹിഷാമിനെ ഞാൻ കാണുമ്പോഴൊക്കെ ഹിഷാം സ്ട്രഗ്ലിംഗ് ആണ്. അപ്പം ഞാൻ അവൻ്റെ പാട്ട് ഇൻസ്പിറേഷനായിട്ട് എടുത്തിട്ട് സിനിമ എഴുതുകയും ഞാനത് നമ്മൾ വിജയിച്ച് മുന്നോട്ട് പോവുകയും നമ്മളെ ഇൻസ്പയർ ചെയ്ത ആൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ഗിൽട്ട് ഫീൽ ചെയ്യുമല്ലോ. അപ്പം ഞാൻ ഇവൻ്റെ പാട്ടുകൾ ഇടയ്ക്ക് പോയി പാടുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഹിഷാം എൻ്റെ അടുത്ത് പറഞ്ഞു, വിനീതേട്ടൻ്റെ സിനിമകൾ എനിക്ക് കിട്ടൂല എന്ന് എനിക്കറിയാം. വിനീതേട്ടൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യൂ, അതായത് വിനീതേട്ടൻ ഷാനേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. വിനീതേട്ടൻ്റെ കൂട്ടുകാരുടെ ആരുടെയെങ്കിലും സിനിമ, എന്തെങ്കിലും ഒരു നല്ല സിനിമ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ ഉള്ളിലിങ്ങനെ ഭയങ്കര കുത്തലായിരുന്നു അത്. ഞാനൊരു ദിവസം ഒരു 4 മണി വരെ റൂമിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്, അതായത് നമ്മൾ ഒരു യെസ് പറഞ്ഞാൽ ഒരാളുടെ ലൈഫ് മാറ്റാനുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ. കാരണം എനിക്ക് ഹൃദയം എൻ്റെ മനസ്സിലുണ്ട്, ഒരു മ്യൂസിക് ഡയറക്ടർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് അവിടെ. പക്ഷേ ഇപ്പുറത്ത് ഞാൻ അത് ചെയ്ത എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇത് പറയേണ്ടി വരും. ആ ഒരു പ്രയാസം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ എന്നിട്ട് ഒരു 4 മണി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഞാൻ ലാസ്റ്റ് ദിവ്യയുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു. ദിവ്യ ഇത് കേട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഷാനിൻ്റെ അടുത്ത് സംസാരിക്കുക, ഷാനിന് മനസ്സിലാവും എന്ന് പറഞ്ഞു. ഇത് തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഒരു നോബിളിൻ്റെ അടുത്തും പറഞ്ഞു. നോബിളും ഇത് തന്നെ പറഞ്ഞു, ഷാനിൻ്റെ അടുത്ത് സംസാരിക്കുക, ഷാനിന് മനസ്സിലാവുന്നു. അങ്ങനെ ഞാൻ ഷാനിൻ്റെ അടുത്ത് ആദ്യം ചെന്ന് സംസാരിച്ച് ഷാൻ ആദ്യം ഷാനിങ്ങനെ ഇവൻ എന്തായി പറയുന്നത്, കാരണം നമ്മൾ ഒരുമിച്ചാണ് എല്ലാ കാര്യവും, നമുക്ക് അങ്ങനെ ഒരു തിങ്കിങ് ഇല്ല രജനീഷ് ചേട്ടാ. അപ്പം അവൻ ആദ്യം അവനൊന്ന് ഷോക്കായി. അത് കഴിഞ്ഞിട്ട് അവനിങ്ങനെ ആലോചിച്ചിട്ട്, എടാ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം, നീ ചെയ്തോ. അതിനുശേഷം അന്ന് ഷാനിനെ മീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ കലൂർപ്പള്ളി പോയി കുറേ നേരം ഞാനിവിടെ ഇരുന്നു. എനിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ലായിരുന്നു. അതായത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, എൻ്റെ ഒരു കൂട്ടുകാരനെ വഴിയിൽ ഉപേക്ഷിക്കുകയാണോ, അതോ ഞാൻ ഒരാളുടെ കൂടെ നിൽക്കുകയാണോ, പുതിയൊരാളുടെ കൂടെ നിൽക്കുകയാണോ, ഇതിലേതാ ശരി ഏതാ, നമുക്ക് ആ കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പോൾ ഞാൻ കുറേ നേരം കല്ലൂർപ്പള്ളി പോയി ഇരുന്ന് ഒരു ഇച്ചിരി സമാധാനം കിട്ടിയതിന് ശേഷം ഞാനന്ന് തിരിച്ചു പോന്ന്. അടുത്ത ദിവസമാണ് ഞാൻ ഹിഷാമിനെ ഞാനപ്പം നോബിളിൻ്റെ ഫ്ലാറ്റിലേക്ക് വിളിപ്പിച്ച് അപ്പോൾ ഹിഷാമിനൊന്നും മനസ്സിലാവുന്നില്ല എന്തിനാ വിളിച്ചത്. അപ്പം ഞാൻ അന്ന് രാവിലെ ഹിഷാമിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാനൊരു കാര്യം ആലോചിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്, നീ ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു ഞാൻ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കാസർഗോഡ് പള്ളി കയറിയിട്ട് വരിക വിനീതേട്ടാ, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളത്ത് ഹിഷാം എത്തിയിട്ട് നോബിളിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്ന് അവൻ്റെ മുറിക്കകത്ത് കയറിയിട്ട്, മുറിക്കകത്ത് ഞാൻ നോബിളും കൂടെ ഇവനെ കൊണ്ടുപോയപ്പോൾ എന്നെ എന്താ തല്ലാൻ കൊണ്ടുപോകണം, കാരണം നമ്മൾ ഹാളിൽ ഇരുത്തിയിട്ടൊന്നും പറയുന്നില്ല. ഞാൻ റൂമിൻ്റെ അകത്ത് ഞാൻ ഹിഷാമിൻ്റെ അടുത്ത് പറഞ്ഞു, ഹിഷാമ എൻ്റെ അടുത്ത സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒറ്റ കരച്ചിലായിരുന്നു രമേശ്വര. എനിക്കതിപ്പോൾ പറയുമ്പോഴും ഭയങ്കര പ്രയാസമുണ്ട്. ഒറ്റ കരച്ചിലായിരുന്നു എൻ്റെ മുമ്പിൽ നിന്ന്. എനിക്കും നോബിളിനും ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നറിയാം. ഞങ്ങൾ അതിന് പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പം നോബിൾ ഇതിൻ്റെ ഹൃദയത്തിൻ്റെ കോ പ്രൊഡ്യൂസറും കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്താ ഇനിയിപ്പോൾ ഇയാളോട് പറയുക എന്നുള്ളൊരു ഇതിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ എഴുന്നേറ്റിട്ട് നേരെ ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിലും അവൻ നിന്ന് കരയായിരുന്നു, നമുക്ക് ശബ്ദം കേൾക്കാം. അത് കഴിഞ്ഞിട്ട് മുഖം കഴുകിയിട്ട് ആൾ തിരിച്ചു വന്നിട്ട് ഫസ്റ്റ് അവൻ എന്നോട് പറഞ്ഞ, 10 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് വിനീതേട്ട കാത്തു നിന്നെന്ന് പറഞ്ഞു. വിനീത് ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ അത്. അല്ല, ഞാനത് ഔട്ട് ഓഫ് ഗിൽട്ടാണ് ആ ഡിസിഷൻ ഉണ്ടായത്. ഒരാൾ ഉണ്ടാക്കിയൊരു സാധനം കേട്ട് അതിൻ്റെ ഇൻസ്പിറേഷനിൽ നമ്മൾ എഴുതുകയും അയാൾക്കൊരു ഇപ്പം അവനെ നോക്കുക, അവൻ എവിടെയാണ്. ഹിഷാമ ഇതിനകത്ത് നിന്ന് പാടുന്ന കണ്ടപ്പോഴേ ഭയങ്കര രസമായിട്ട് പാടുന്ന മനുഷ്യനാണ്. അപ്പം മ്യൂസീഷ്യൻ അപ്പുറത്തേക്ക് ഒരു പാട്ടുകാരൻ ആദ്യമേ തന്നെ ഉള്ളതാ.
പിന്നെയാണ് ഇങ്ങോട്ട് മാറിയിട്ട് മ്യൂസിക്കൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നത്. അപ്പം അതിൽ നിന്ന് പാടണ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു വിനീതിൻ്റെ കൂട്ടുകാരൻ അതിനകത്ത് നിന്ന് പാടുന്നൊരു സാധനമില്ലേ, വിനീതിൻ്റെ ആ കൂട്ടത്തിൽ വന്ന് പെടുന്നതിൻ്റെ ഒരു ഗുണമുണ്ട്. അതൊരു ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ്. മെയിനായിട്ട് എനിക്ക് ഇതിലെല്ലാവരും വേണമെന്നുണ്ടായിരുന്നു. ഷാൻ ഇതിൽ വന്ന് അഭിനയിച്ചു. അപ്പോൾ ഞാൻ അമൃത്തിനോട് ചോദിച്ചു ഈ പാട്ട് ഹിഷാമിന്, അപ്പോൾ അമൃത്തിന് ഹിഷാമിൻ്റെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഹിഷാം പാടി അടിപൊളിയായിരിക്കും തന്നു. അപ്പം ഞാൻ ഹിഷാമിനെയും അമൃത്തിനെയും മുട്ടിച്ചു കൊടുത്തു. പിന്നെ അവരത് റെക്കോർഡ് ചെയ്തു. ഞാൻ ഇവനപ്പോൾ തെലുഗു ഫിലിം ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ ഞാൻ ഡേറ്റ് പറഞ്ഞു, കറക്റ്റ് ഡേറ്റിന് വന്ന് ഷൂട്ട് ചെയ്തിട്ട് പോയി. അല്ല, അത് വിഷ്വലൈസ് ചെയ്തപ്പം ഭയങ്കര രസമായി. കാരണം അമൃതിനെ ഉപയോഗിക്കുന്നിടത്ത് അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഷാനിനെ ഉപയോഗിച്ചിട്ടുണ്ട് ഓൾറെഡി, ഹിഷാമിനെ അതിനകത്ത് കൊണ്ടു. ഹിഷാമിനെ കൊണ്ടുവന്നത് സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അതിനകത്തേക്ക് വരുന്നത്. ഈ പാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ കോമിക് പാട്ടുകൾ നിങ്ങളുടെ ഒരു കുത്തകയാണ്. ഒരുപക്ഷെ ഇപ്പൊ സുഷിൻ അത് ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അത് വേറെ ലെവലിൽ ചെയ്യുന്നുണ്ട്. അതെ. അത് ഈ കാലഘട്ടത്തിൽ അത് നന്നായിട്ട് മാനേജ് ചെയ്യുന്ന സുഷിനാണ്. നിങ്ങൾ തുടങ്ങി വെച്ചൊരു പരിപാടി എങ്ങനെയാണ് കൊണ്ടുപോകാന്നുള്ളത് പഠിച്ചിട്ടുണ്ട് സുഷിന്. ഗായകരെയും ആൾക്കാരെയൊക്കെ ഉപയോഗിക്കുന്നതിൽ ഇപ്പം വിനീത് സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ എന്തായാലും നിങ്ങൾ ഒരുമിച്ചാണ് ഡിസിഷൻസ് എടുക്കുന്നത്. പക്ഷേ ഷാനിന് ചിലപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ടാവും. അപ്പം ഷാൻ എങ്ങനെ ഭയങ്കരമായിട്ട് വിട്ടുതരുന്ന ഒരാളാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എങ്കിലും അഭിപ്രായം പറയുമോ? അല്ല, ഷാനാണ് തീരുമാനിക്കുന്നത്. ആണ്. ഞാൻ ഷാനിനോട് ചോദിക്കുക ഇയാൾ പാടിയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഷാനാണല്ലോ റെക്കോർഡ് ചെയ്യുന്നത്. അവനത് കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ. ഞാൻ ചില ഓപ്ഷൻസ് പറയും ഷാൻ്റെ അടുത്ത്. പിന്നെ ഷാൻ ചില സമയത്ത് ചില കാര്യങ്ങൾ പറയും. കോഴിക്കോട് ഇങ്ങനെ ഒരു സിംഗർ ഉണ്ട്, ഫൈനാൻഷ്യലി ഭയങ്കര പ്രശ്നമാണ്, നല്ല വോയിസ് ആണ്, നമുക്കിത് കൊടുത്താലോ. ഷാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ പാടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഷാൻ അത് ഭയങ്കരമായിട്ട് നോക്കും, വരുന്ന ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ കാരണം അവനും അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്നതാണ്. അപ്പോൾ ചില പാട്ടുകളുണ്ടല്ലോ, ഇപ്പം നമുക്ക് ചിത്ര ചേച്ചി പാടണം, സിത്താര പാടണം, അങ്ങനത്തെ പാട്ടൊന്നും വേറൊരാളെ കൊണ്ട് പാടിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ഡ്യുവറ്റ് സോങ്, അതിൽ നമുക്കൊരു റെക്കഗ്നൈസ്ഡ് വോയിസ് ഉണ്ട്. അപ്പം നമുക്കിപ്പുറത്ത് ഒരാൾക്കൊരു ഓപ്ഷൻ ആവാം ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള സ്പേസ് വരുമ്പോൾ അവനത് ആലോചിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല രീതിയിൽ വോയിസും കറക്റ്റ് ആയിരിക്കണം. ഈ വർഷങ്ങൾക്ക് ശേഷത്തിൽ ദിവ്യയെ കൊണ്ട് പാടിപ്പിക്കുന്നത്, ദിവ്യ മുമ്പും പാടിയിട്ടുണ്ട് എങ്കിലും അങ്ങനെ ഒരു കൂട്ടത്തിൽ ചർച്ച വരുമ്പോൾ എങ്ങനെയാണ് ദിവ്യയുടെ പേര് എവിടെ നിന്ന് വന്നത് ഫസ്റ്റിൽ? അമൃത അത് കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അവനിങ്ങനെ സംസാരിച്ചു, ഈ പാട്ട് ദിവ്യയുടെ വോയിസിന് ചിലപ്പോൾ കറക്റ്റായിരിക്കും എന്നവനിങ്ങനെ ഒരു സജഷൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ടും പറഞ്ഞു എനിക്കും തോന്നുന്നുണ്ട് അത് കറക്റ്റായിരിക്കും, നമുക്ക് റെക്കോർഡ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. അത് ദിവ്യയുടെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് അത് പിന്നെ ഡ്യുവറ്റ് സോങ് ആയതാ. ഞാനും കൂടെ പിന്നെ ഭർത്താവും കൂടെ പാടിക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന്. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതടിപൊളി. അപ്പം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അപ്പം ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു നീ വാ നമുക്ക് ഇന്ന് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി ഞങ്ങൾ സ്റ്റുഡിയോയിലൊന്നും പോയില്ല, ഞങ്ങൾ അമൃതിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞു അമൃത സ്റ്റുഡിയോ വേണ്ട, ഈ പാട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫുൾ പാടി കഴിഞ്ഞിട്ട് നമ്മൾ അമൃതത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അത് രസമുള്ള, ഇതൊക്കെ ക്രിഞ്ചാന്ന് പറയും ചേട്ടാ. ഇത് ക്രിഞ്ചല്ല, ഇത് ജീവിതമാണ്, ഇതാണ് ലൈഫ്. അതെ, അതല്ലേ. നിങ്ങൾ ആ പടത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നതാണ് ഞാൻ സങ്കല്പിക്കണേ. വർക്ക് ചെയ്തുകൊണ്ട് രണ്ടുപേര് വർക്ക് ചെയ്തുകൊണ്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ക്രിഞ്ചല്ല, ഇത് വളരെ വലിയ കാര്യമാണ്, വേറെ ലെവലാണ്. ഈ പാട്ടുകൾ പറഞ്ഞപ്പോഴും ഈ ഷാൻ റഹ്മാൻ്റെ പാടിയിട്ടുള്ള പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട പാട്ട്, സ്വന്തം സിനിമയിൽ തന്നെ വേണമെന്നില്ല, ഇഷ്ടപ്പെട്ട പാട്ട് ഒരു 2 പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പാടാനും ഒക്കെ പ്രോഗ്രാംസിലൊക്കെ പോകുമ്പോൾ പാടുന്നത് ഏതൊക്കെയാ വിനീതിനെ കൊണ്ട്? ഷാന്റെ പാട്ട് എപ്പോഴും ഞാൻ പാടുന്ന അനുരാഗത്തിൻ വേളയിൽ, കുടുക്കുകൂട്ടിയ കുപ്പായം, പലവട്ടം, ഇതൊക്കെ തന്നെ. അപ്പൊ അതിൽ പലവട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ അത് പാടാമേ ഇപ്പൊ? അയ്യോ, കോളേജിൻ മൈതാനത്ത്. അത് കാരണം പോയില്ലേ ആസാനല്ലേ, ആസാനല്ലേ, അത് ഭയങ്കര രസമുള്ള സാധനം. ഓക്കെ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ.
അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. പലവട്ടം കാത്തുനിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. ഇത് ചെയ്യുന്ന സമയത്തെ ഈ ഫീൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ഈ കോമഡി പാട്ടുകൾ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഉള്ളിലുള്ളൊരു അർത്ഥം നമുക്കൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും അത് കിട്ടുമോയെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയും ചെയ്യും. അത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നത്? അത്രയ്ക്ക് ബുദ്ധിയാണോ? അല്ല, നമുക്ക് രണ്ടുപേർക്കും ഒരു കുരുത്തക്കേടുണ്ട്. അവനും ഉണ്ട്, എനിക്കും ഉണ്ട്. അതിലാണ് ഈ പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാൻ അപ്പുറത്തുനിന്ന് ഞാൻ കോഴിക്കോട് എനിക്കൊരു സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു. ആ സ്റ്റേജ് ഷോ കഴിഞ്ഞിട്ട് ഇങ്ങനെ തിളച്ച തിളപ്പിൽ ഞാൻ ഇവൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ ഇവനും ഒരു ഗ്രൂവ്, ഒരു റിതം ഉണ്ടാക്കിയിട്ട്, അപ്പം ഞാൻ പറഞ്ഞു എടാ ഷോ അടിപൊളിയായിരുന്നു ഷാനെ, അപ്പോൾ എടാ ഞാനൊരു ഗ്രൂവ് ഉണ്ടാക്കിയിട്ടുണ്ട്, നീ കേട്ട് നോക്കുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആ അഡ്രിനാലിലാണ് നിൽക്കുന്നത്. അപ്പം മറ്റേ ടിം കട്ട 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 ആ റിതം ഇവൻ എന്നെ കേൾപ്പിച്ചു. റിതം കേൾപ്പിച്ചിട്ട് ഇവൻ പറഞ്ഞു ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൊളിയാണ്, നമുക്ക് ഇപ്പം തന്നെ ഇരിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവനോട് ഷാൻ എന്നോട് പറഞ്ഞു ഞാനൊരു ട്യൂൺ പാടാം, നീ ലിറിക്സ് എഴുതിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പുറത്തുനിന്ന് തനന 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 താനാന ഇവൻ അത് പാടുമ്പോൾ ഞാൻ ഇപ്പുറത്തിരുന്ന് എഴുതുക. സ്പോട്ടിലുണ്ടായത് അത്. അതാ ഞാൻ പറഞ്ഞു 3/4 മണിക്കൂർ എടുത്തിട്ടുള്ളൂ അതിന്, ആ പാട്ടിന്. അസാധ്യം. നിങ്ങളിങ്ങനെ കുറെ പ്രാവശ്യം ഇരിക്കും, ഞങ്ങൾക്ക് കുറെ ഇരുത്തില്ല. അതൊരു വലിയ അത് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ട്. അല്ല, ഈ ചെന്നൈയിലുള്ള ലൈഫും പിന്നെ ഇടയ്ക്ക് ഷാൻ ചെന്നൈയിൽ വരുമോ അതേ വിനീത് ഇങ്ങോട്ട് വരുമോ, എങ്ങനെയാണ്? കൂടുതലും ഷാനിൻ്റെ അടുത്ത് ഞാൻ വരിക, കാരണം ഷാൻ ഇപ്പോൾ ഹോം സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അന്ന് പിന്നെ നമ്മൾ രണ്ടുപേരും മറ്റേ യങ് ബ്ലഡ് അല്ലേ, അതിന്റെ ഒരു സ്പിരിറ്റ് വരെ. പ്രായമുണ്ട്, തോന്നിക്കൂല, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് നമ്മുടെ തങ്കത്തിലുണ്ടല്ലോ വിനീതിന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, ഞാൻ 2-3 പ്രാവശ്യം പുകഴ്ത്തിയിട്ടുള്ളതാ. പക്ഷെ എനിക്കത് പുകഴ്ത്താതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എത്രത്തോളം അഭിനയിച്ചിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷെ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ മാജിക്കാണ് രനീഷേട്ടാ. ഞാൻ ഇപ്പോഴും പറയണേ, ഞാൻ അതിൽ പണിയെടുത്തു എന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. പക്ഷെ ശ്യാം പുഷ്കറിൻ്റെയും ആ ഒരു സ്പേസിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മൾ അതിലേക്ക് ആക്കും. അവർക്ക് അതിനൊരു നാക്കുണ്ട്. അതിങ്ങനെ ആ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞ്, സിനിമേനെ പറ്റി പറഞ്ഞ് നമ്മൾ സബ് കോൺഷ്യസ്ലിയും കോൺഷ്യസ്ലിയും എല്ലാം നമ്മൾ ആ സ്പേസിലാവും. ഡയലോഗ് ഒന്നും പഠിക്കാണ്ട് തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവും. അതൊരു വല്ലാത്തൊരു ചെറിയൊരു ഒരു ഹിപ്നോട്ടിസം ഉണ്ട് അവിടെ. അതേപോലെ മുകുന്ദനുണ്ണി പോലെ ഒരു 3-4 പടം ചെയ്യണം കേട്ടോ. ഒരു 4 അടുപ്പിച്ച് ചെയ്തോ, കുഴപ്പമില്ല, സക്സസ് ആണ്, ഞങ്ങൾ കയറി കണ്ടോളാം, വിജയിപ്പിച്ചോളാം. താങ്ക് യു. ഈ ഹിഷാമിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഹൃദയത്തിൽ മനസ്സേ എന്ന് പറയുന്ന അത് എഴുതുന്ന സമയത്ത് ഈ മനസ്സ് എഴുതിയതിന് ശേഷം അടുത്ത് എന്ത് വാക്ക് എഴുതണം എന്നതിനെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു വാക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കൈതപ്രം സാർ പാടുവിട്ടു. എന്ന് വെച്ചാൽ അതിനെ കോമ്പീറ്റ് ചെയ്യണമെന്ന് സാറിന് തോന്നിയത് വീണ്ടും മനസ്സേ മതി എന്ന് സാറ് ഫിക്സ് ചെയ്യായിരുന്നു. ഹിഷാമിനെ കുറിച്ചും വിനീതിനെ കുറിച്ചും സാറ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൈതപ്രം സാറിൻ്റെ ഒരു മാജിക് ഉണ്ട്. കൈതപ്രം സാറ് പല രീതിയിലാണ്, അതായത് ഭയങ്കര രസമുള്ള പല പാട്ടുകളും എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ മനസ്സേ ഉണ്ടായതിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ 1-2 കാര്യങ്ങൾ കൈതപ്രം സാറിനെ കുറിച്ച് പറയാം, എൻ്റെ ഒബ്സർവേഷൻസ് പറയാം. ഓക്കെ. മനസ്സേ എങ്ങനെ ഉണ്ടായി വന്നത് അത് പറയോ? മനസ്സേടെ ഡമ്മി ട്യൂൺ ഇങ്ങനെയായിരുന്നു. മനസ്സേ നീരേ, അങ്ങനെയാ ഹിഷാം പാടിയ. മനസ്സേ നീരേ തരിരാരേ, അങ്ങനെയാ ഹിഷാം പാടി വെച്ച. അപ്പം നമുക്കത് ആദ്യത്തെ മനസ്സേ ഉള്ളൂ, ബാക്കി സെയിം വാക്ക് റിപ്പീറ്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ തിങ്കിങ്ങിൽ പോലും പോയിട്ടില്ല. അപ്പോൾ സാറ് ഇങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സിറ്റുവേഷനൊക്കെ ബ്രീഫ് ചെയ്ത് ആദ്യം തന്നെ സാർ ഒരു കോംപ്ലിമെൻ്റ് തന്നു. എടാ നീ കഥ പറയുമ്പോൾ ഞാൻ അത്രയും മികച്ചതാന്നല്ല പറയുന്നത്, പക്ഷെ എനിക്ക് ലോഹീന് ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനത് കേട്ടപ്പോൾ തന്നെ നമ്മൾ എൻ്റെ അമ്മയെ അല്ല, അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. ലോഹി നല്ല രസമായിട്ട് കഥ പറയും വിനീത് എന്നിട്ട് ലോഹിദാസ് സാറിനെ പറ്റിയിട്ട് ഒരു 10 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് ലോഹിദാസ് സാറിനെ അദ്ദേഹം എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് കിട്ടും അത്. അപ്പം അങ്ങനെ
അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് സാറൊന്നും മിണ്ടാണ്ട് പേപ്പറിൽ എന്തൊക്കെയോ ഇങ്ങനെ കുത്തിക്കുറിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പം നമുക്കൊന്നും ചോദിക്കാനും മടിയുണ്ട്. എന്നിട്ട് പിന്നെ ഒരു സാധനം എഴുതി 10 മിനിറ്റ് എടുത്തുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു സാധനം ഇങ്ങനെ എഴുതിയിട്ട് എന്നോട് പറഞ്ഞു ആ ട്യൂണൊന്ന് പാടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഹിഷാം എന്നോട് ചോദിച്ചു. അപ്പോൾ ഹിഷാം മനസ്സേ നീരേ ഇത് പാടി. അപ്പോൾ ഇങ്ങോട്ട് സാർ പാടി തന്നു, മനസ്സേ മനസ്സേ നീ ഒന്ന് കേൾക്കൂ. അപ്പോൾ ഒന്ന് കേൾക്കൂ എന്നുള്ളത് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് ഓക്കെ ആയിരുന്നു. മനസ്സിനോട് പറയാണല്ലോ, അത് തന്നെയാണ് പാട്ട്. അപ്പോൾ പക്ഷേ മനസ്സേ മനസ്സേ നീ ഒന്ന് കേൾക്കൂ എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ടു കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നു, പണിയെടുക്കാത്ത പോലെ തോന്നുന്നു. ഈ ഡൗട്ട് ഉണ്ടല്ലോ, എല്ലാവരും കോംപ്ലിക്കേറ്റഡ് ആവുന്ന പോലെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആവുമല്ലോ. അപ്പോൾ ഞാനത് ചോദിച്ചു, സാർ അത് വേറൊരു വാക്ക് വെക്കണോ, അതിന് പകരം നമുക്ക് വേറൊരു ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് വന്ന പോലെ തോന്നുമെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം തിരുമേനി ചിരിച്ചിട്ട് പറഞ്ഞു, ഇത് റിപ്പീറ്റ് ചെയ്താൽ ഈ പാട്ട് ആൾക്കാരുടെ മനസ്സിൽ പതിയെന്ന് പറഞ്ഞു. ഞാൻ ഹിഷാമും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, നമുക്കത് കിട്ടി. മുസ്തഫ മുസ്തഫ നമ്മുടെ മൈൻഡിൽ ഒരു 100 പാട്ട് ഓടുന്നുണ്ടല്ലോ. കറക്റ്റാണ്, ആ സൈക്കോളജിയാണ്. സാറ് ശരിക്കും ഒരു നമ്മൾ അസാധ്യ എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ ഗിരീഷേട്ടൻ വരുന്ന കാലഘട്ടത്തിൽ പോലും നമ്മൾ സാറ് ഇങ്ങനെ തുടരുന്നുണ്ടായിരുന്നു. ഗിരീഷേട്ടൻ പുതുതായിട്ട് വരുന്ന കുറേ പാട്ടുകൾ എഴുതി കോമ്പീറ്റ് ചെയ്യുമ്പോഴും സാർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പക്ഷെ ആ കാലം എക്സിസ്റ്റ് ചെയ്യല്ല സാർ അപ്പോഴും. അതെ സാറ് അതെന്ന് വെച്ചാൽ അതെ സാർ അപ്പോഴും അതെന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരനുമായിട്ട് എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു സാർ ഇപ്പോഴും നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് ഒരു കാലഘട്ടത്തിൽ ഗിരീഷേട്ടനും സാറും കൂടെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോമ്പറ്റീഷൻ, നമ്മളങ്ങനെ വിളിക്കാൻ പാടില്ല എങ്കിലും അന്ന് നമ്മുടെ ഗാനശാഖയെ ഒന്ന് ഭയങ്കരമായിട്ട് പുഷ്കളമാക്കിയ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നില്ലേ, സാഹിത്യത്തിൽ അങ്ങനെ തന്നെ നമ്മൾ പറയണം. കാരണം അത്രയും നന്നായിട്ട് രണ്ടുപേരും കൂടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വിനീതനും ഗിരീഷേട്ടൻ്റെ 1-2 പാട്ടുകളൊക്കെ പാടാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു കരിനീല കണ്ണിലെന്താ കൊക്കോ കൊക്കോഴി അതൊക്കെ ഗിരീഷേട്ടൻ്റെ ആണ്. അതെ 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 ചിക്കൻ ചില്ലി ഫ്രൈ ഗിരീഷേട്ടൻ അതും എഴുതും. അസാധ്യമായിട്ട്. അപ്പൊ ഈ കൈതപ്രസാദിന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ഉണ്ടാക്കുന്ന കുറെ വിപ്ലവങ്ങളുണ്ട്. അതായത് ചില പാട്ടുകളിലൊക്കെ നമ്മളിപ്പോൾ സുമുഹൂർത്തമായി സ്വസ്തിയിൽ സൂര്യചന്ദ്രന്മാർക്ക് ഇരിപ്പിടമാകുമീ രാമസാമ്രാജ്യമേ, ദേവകളെ, മാമുനിമാരെ, സ്നേഹതാരങ്ങളെ, സ്വപ്നങ്ങളെ, പൂക്കളെ എന്ന് വെച്ചാൽ എല്ലാത്തിനെയും വിളിക്കുന്നത് സെൻറ്റിമെൻറ്റ്സ് അത്രയും ഹൈ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും പീക്കാണ്. കാരണം വിടയാകും ഈ വേളയിലാണ് സീത പോകാൻ പോവുക, അപ്പോൾ വിളിക്കുകയാണ്. അപ്പം മാമ, അനിയ, മക്കളെ എന്നൊക്കെ പറയില്ലേ, വിളിക്കാം കേട്ടോ എന്ന് പറയില്ല. അപ്പം നമുക്കെന്ന് വെച്ചാൽ അത് പോകാൻ ഇഷ്ടമില്ലാത്തപ്പോഴാണ് നമ്മൾ അങ്ങനെ കാണിക്കുന്നത്. ആ ഒബ്സർവേഷനെ ഇതിനകത്ത് കൊണ്ടുവന്നപ്പോൾ സീത പോകുന്നത് നമ്മൾ വിചാരിക്കാത്തൊരു വലിയ കാര്യമാണ്. ആ കാര്യത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാട്ടിൽ ശ്രമിച്ചിരിക്കുന്ന ശ്രമം കണ്ടപ്പോൾ ഉണ്ടല്ലോ, അത്രയ്ക്കും വലിയ ബഹുമാനവും സ്നേഹവും തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സാറ് കുറേ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിനകത്ത്. അതിൽ രാമശിലായി കറുത്തുവോ കൽപ്പാന്തവാരിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാറിനാണ് ആ സ്വാതന്ത്ര്യം ഉള്ളത്. ഈ വേറൊരാൾ അത് എഴുതി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആക്സെപ്റ്റൻസ് കിട്ടില്ല. സാറ് അസാധ്യ വിപ്ലവമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ അതിനെ ഒരു ഫെമിനിസ്റ്റിക് ആംഗിളിൽ ഇന്നും അത് അധികം വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സീതയുടെ മനസ്സ് മുഴുവനും ഉണ്ട്. ആത്മനിവേദനം അറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയും വലിച്ചെറിഞ്ഞു, രാഗചൂടാമണി ചെങ്കോൽ തുരുമ്പിൽ അങ്ങനെ എന്തിനു വെറുതെ പതിച്ചു വെച്ചു എന്നൊക്കെ ചോദിച്ചിട്ടും എന്നും ആ സങ്കല്പ പാദപത്മങ്ങളിൽ തലചായ്ച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ സീത ഉറങ്ങിയുള്ളൂ. നീ അങ്ങനെയൊക്കെ ആയപ്പോഴും ഞാൻ ഈ പാദങ്ങളിൽ തലചായ്ച്ചു വെച്ച് എന്നും ഉറങ്ങിയിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതായത് എൻ്റെ അനുരാഗത്തിനെ നിങ്ങൾ ആ ചെങ്കോൽ തുരുമ്പുമായി ചേർത്ത് വെക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ പാദങ്ങളെ പൂജിച്ചാണ് ജീവിച്ചിരുന്നതെന്ന് പറയുന്നൊരു പെണ്ണിൻ്റെ ഒരു ആംഗിളുണ്ട് അവിടെ. സാറെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പാട്ടിൽ കൊണ്ടുവന്നപ്പോണ്ടല്ലോ ഈ മനുഷ്യനോട് തോന്നിയിട്ടുള്ളൊരു ആരാധന മൂത്തു. എന്നിട്ട് എനിക്കത് പിന്നെ അറിയാം, കുമാരനാശാൻ്റെ സീതയാണ് സാറ് വേറൊരു തലത്തിൽ ഈ പാട്ടിലേക്ക് പ്രതിഷ്ഠിച്ചത്. വിനീതിന് കൈതപ്രത്തിനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഹൃദയത്തിൽ സാറിനെ വിളിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ത്രില്ലെന്ന് പറയുന്നത് എനിക്ക് സാറ് എഴുതുന്നത് കാണാലോ. നമ്മളൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തിട്ട് എങ്ങനെയാണ് അദ്ദേഹം അതിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാണാലോ. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. ഹൃദയത്തിൽ സാർ എഴുതുന്നതിൽ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയ ഒന്ന്,
സെൽവയുടെ എപ്പിസോഡിൽ ഒരു പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവരും മറ്റേ കമ്പൈൻ സ്റ്റഡി ടെറസിൽ നടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇവർ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു പാട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എനിക്കത് കുറേ കുട്ടികൾ കൂടിയിട്ട് പാസ്സാവാൻ വേണ്ടി പഠിക്കുന്ന പോലെ അല്ല എനിക്കത് വേണ്ടത്, ഒരു യുദ്ധത്തിന് ഇറങ്ങുന്ന പോലെ എനിക്ക് വേണ്ടത്. കാരണം ഏറ്റവും വലിയ റെവല്യൂഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം കൊണ്ടേ മനുഷ്യന്മാർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ റെവല്യൂഷനും നമ്മളെ തമ്മിലടുപ്പിക്കുകയുള്ളൂ. അപ്പോൾ അത് എൻ്റെ ഒരു ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, ഒരു യുദ്ധത്തിന് പോകുന്ന പോലെ ഫീൽ ചെയ്യണം സാറെന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഇങ്ങനെ ആലോചിച്ചിട്ട് പാട്ട് കേട്ടു. അപ്പോൾ പാട്ട് കേട്ടിട്ട് എനിക്കൊന്ന് ആ റിതം സാറിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ടും ടും. അപ്പോൾ ആ വാർ എന്ന് പറയുന്ന സാധനം ഹിഷാമും അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ സാർ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നോട് ചോദിച്ചു, വിനീത, ഞാനിതിനെ ഈ സിറ്റുവേഷനെ ഒരു വലിയ, അതായത് ഭയങ്കരമായ കാറ്റും മഴയും ഒക്കെ ഉള്ള അവസ്ഥയിൽ കൊട പിടിച്ചു നിൽക്കുന്ന ഒരു എല്ലാവരുടെയും കൂട്ടുകാരനെ മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതട്ടെ എന്ന് ചോദിച്ചു. അപ്പം തന്നെ എനിക്കത് നമുക്കിങ്ങനെ തരിച്ചു കയറുമല്ലോ. അതായത് സാറ് ക്യാൻവാസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അപ്പോൾ ഇടി ഉണ്ടാവും, മിന്നലുണ്ടാവും, പേമാരി ഉണ്ടാവും. അതിനിടയിൽ കുടയും പിടിച്ചിട്ട് എല്ലാവരെയും നയിക്കാൻ ഒരു കൂട്ടുകാരനും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും സാർ. അപ്പോൾ എഴുതിയാണ്, മിന്നൽ കൊടിയുടെ പടവാളും ഇടിവെട്ടിൻ തുടി തമ്പേറും പെയ്യണ പേമാരി മഴവിൽ കുടയായി വാ തോഴ. ആ തോഴ എന്നുള്ളത് അദ്ദേഹം എഴുതാൻ കാര്യം ഇവൻ തമിഴനായിരുന്നു. അപ്പോൾ തമിഴിൽ മലയാളത്തിലുള്ളൊരു വാക്ക് അദ്ദേഹം അവിടെ കൊണ്ടുവന്നിട്ട് അതും, അതായത് എന്നിട്ട് ഇത് ആരാരും കാണാതെ ആരാരും അറിയാതെ എന്തായിരുന്നു, മനോരാജ്യം ത എന്ന് പറഞ്ഞിട്ടൊരു, അത് ആ വാക്ക് എങ്ങനെ സാറ് ആലോചിച്ചെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇതാണ്. അതായത് താഴ്വാരം അറിയാതെ തളിരാമ്പൽ അറിയാതെ തരാരാ, അങ്ങനെ ഒരു ട്യൂണാ ഇപ്പം പറയുന്നത്. അപ്പോൾ താഴ്വാരം അറിയാതെ, അതായത് ചുറ്റുള്ള ആളുകളൊന്നും അറിയണ്ട, നമ്മൾ ഈ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. താഴ്വാരം അറിയാതെ തളിരാമ്പൽ അറിയാതെ മനോരാജ്യം താ. ആ വാക്ക് ആലോചിക്കണം, തരാ മനോരാജ്യം താ. ആ മെലഡി പോകുന്നതിനനുസരിച്ച് അത് ഭയങ്കര, ആ പാട്ട് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു സാറിൻ്റെ കൂടെ. കുറേ മെലോഡീസ് ആയിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. എങ്കിലും തെന്നൽ നിലാവിൻ്റെ കാതിൽ ചൊല്ലി ആ തുടങ്ങുന്ന പാട്ട് ലിറിക്സ് ഓർമ്മയുണ്ടോ? ഒന്ന് പറയാവോ ലിറിക്സ്? തെന്നൽ നിലാവിൻ്റെ കാതിൽ ചൊല്ലി മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി തേനൂറും ആ വാക്ക് നിൻ കാതിലായി ചൊല്ലാം ഞാൻ എന്ന് പറയുന്ന സാധനമില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. എവിടെയും പറയാത്തൊരു കാര്യം പറയാം, അതിന്റെ ഡയറക്ടർക്ക് പോലും അറിയില്ല. അത് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന് വേണ്ടി കമ്പോസ് ചെയ്ത പാട്ടാ ഫസ്റ്റ്. ആ പാട്ട് ലിറിക് അതല്ല, അത് അതിന്റെ ട്യൂൺ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന് വേണ്ടി ഷാൻ കമ്പോസ് ചെയ്തതാ. കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഭയങ്കര ഇഷ്ടമായി. 2 ദിവസം കഴിഞ്ഞ് കേട്ടപ്പോൾ നമുക്കതിനൊരു സ്പീഡ് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഈ ശിശിരകാലം എന്ന് പറയുന്ന പാട്ട് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു സോങ് വേണം. ഒരു ഫാമിലി, അവർ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അവർ പല സ്ഥലത്തും പോകുന്നു, അവരൊരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഹസിൽ ആ പാട്ടിൽ ഉണ്ടാവണം ഇങ്ങനെ തോന്നിയിട്ടാണ്. അപ്പോൾ തെന്നൽ നിലാവിൻ്റെ ആകുമ്പോൾ എല്ലാ ഷോട്ടും സ്ലോ മോഷനിൽ എടുക്കേണ്ടി വരും, പാട്ട് തന്നെ സ്ലോ ആണ്. അങ്ങനെ അല്ലാതെ കുറച്ച് സ്ലോ മോഷനും കുറച്ച് നോർമൽ ഫ്രെയിംസും ഒക്കെ ആയിട്ട് എനിക്ക് ആ പാട്ട് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ശിശിരകാലം ചെയ്യുന്നത്. ഈ ശിശിരകാലം ചെയ്തപ്പോൾ ഒരു നല്ല പാട്ട് സൈഡിലായിപ്പോയി. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എടാ ഇതൊരു നല്ല ഡയറക്ടറിൻ്റെ നല്ല പടം വരുമ്പോൾ നീ കൊടുത്തോ, എന്നിട്ട് നീ ഇഷ്ടമുള്ള നല്ലൊരു സിംഗറെ വെച്ച് നീ പാടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് മാറ്റി വെച്ചതാ. നല്ല സിംഗറെ തന്നെ പാടിച്ചു. ഇല്ല, അവസാനം അവൻ എന്നെ തന്നെ വിളിച്ചു. അപ്പം ഞാൻ സന്തോഷത്തോടു കൂടിയിട്ട് പോയി പാടി. അതിന് വേണ്ടിയിട്ടുള്ള പണിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് ജൂഡിന്റെ പടമായിരുന്നു. അതെ. അപ്പൊ ജൂഡ് അഭിനയിക്കുന്ന ഞാനാ. അപ്പൊ ഓട്ടോമാറ്റിക്കലി പാട്ട് എൻ്റെ കയ്യിലേക്ക് വന്നു. അല്ലെങ്കിൽ ഷാൻ വേറെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. അല്ല, അത് കൂടെ പാടിയിരിക്കുന്നത് നമ്മള് അപർണ എന്നെ കൂടെ പാടി. ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചതുകൊണ്ട് അത് ഷാന്റെ ഡിസിഷൻ അല്ല, ജൂഡിന്റെ ഡിസിഷനാ. ഇവര് രണ്ടുപേരും ആണല്ലോ അഭിനയിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും തന്നെ പാടട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിച്ചത്. അല്ലായിരുന്നെങ്കിൽ ആ പാട്ട് ഷാൻ
വേറെ ആൾക്കാർക്ക് കൊടുത്തേനെ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകത അതിനകത്ത് വന്നു. നിങ്ങൾ രണ്ടുപേരും തന്നെ പാടി അഭിനയിച്ച ആൾക്കാർ തന്നെ പാടി. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഈ കോമഡി പാട്ടുകളാണല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോണർ. അതിനകത്ത് ഈ കുടുക്കുപൊട്ടിയ കുപ്പായത്തിനകത്ത് ഓൺ ദ ഫ്ലോർ ബേബി ഹിറ്റ് ഇറ്റ് ഹോട്ട് ബേബി പാട്ടി ബേബി പറ്റൂലെങ്കിൽ പോടി, ആ സാധനം ഇല്ലേ, അത് നല്ല രസമുള്ള ഒരു സാധനമാണ്. പറ്റൂലെങ്കിൽ പോടി. ഇതൊക്കെ എവിടെന്നാ വരുന്നേ? അല്ല, അത് ബാക്കിയുള്ളതൊക്കെ മനു എഴുതി തന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു ഹുക്കില്ല. അതായത് കുടുക്ക് പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ണണ കാലത്തെ മനുവിന് ആ ഫ്രേസ് കൊടുത്തു, മനു എഴുതി തന്നു. മഴക്കിരുന്നവളാണേ നീ, അതുവരെ കിട്ടി. നമുക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ഹുക്ക് ഫ്രേസ് വേണമല്ലോ. അപ്പോൾ ഷാൻ പറഞ്ഞു, എടാ ഒരു പബ്ബിലൊക്കെ പോയാൽ നമ്മൾ എന്തായിരിക്കും പാടുക? ഓൺ ദ ഫ്ലോർ ബേബി. പിന്നെ വേറെന്താ പാടാൻ പറ്റുക? ഹിറ്റ് ഇറ്റ് ഹാർഡ് ബേബി. വേറെന്താ പാടാൻ പറ്റുക? റോക്ക് ദ പാർട്ടി ബേബി. ഇനി മലയാളത്തിൽ നീ എന്തെങ്കിലും പാടി, പറ്റൂല്ലെങ്കിൽ പോടെ കൂടി. അങ്ങനെ, അതായത് ആ ഫസ്റ്റ് തോട്ടിൽ വരികയാണ്. ഓ, അത് അടിപൊളിയായിട്ടോ. ഹിറ്റ് ഹാർട്ട് ബേബി എങ്ങനെ വന്നത്? എനിക്ക് മറ്റേ ഓൺ ദ ഫ്ലോർ ബേബി മനസ്സിലായി. ഓൺ ദ ഫ്ലോർ ബേബി ഹിറ്റ് ഇറ്റ് നമ്മളങ്ങനെ പറയുമല്ലോ. ഓ, അത് മ്യൂസിക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുമല്ലോ, ഹിറ്റ് ഇറ്റ് ഹാർട്ട് ബേബി. ഓ, അതാണ് റോക്ക് ദ പാർട്ടി ബേബി. എല്ലാം ഒരു ക്ലബ് സോങ്ങിൽ എന്തൊക്കെ പറയും അത് ആദ്യത്തെ 3 വരിയിൽ അത് കൊടുത്തിട്ട് ലാസ്റ്റ് മലയാളത്തിൽ എന്തെങ്കിലും അവൻ പറഞ്ഞപ്പോൾ ഇത് ബേബിയുടെ അടുത്ത് ചോദിക്കുകയാണല്ലോ, 3 കാര്യം ചോദിച്ചു, പറ്റില്ലെങ്കിൽ പൊടി. അടിപൊളിയാ. പിന്നെ ഷാന്റെ കോമഡി പാട്ടുകൾ, നമ്മൾ വിട്ടുപോയ പാട്ടുകൾ കുറേ ഉണ്ട്. എന്നെ തല്ലണ്ടമാവാണ്. ഒരെണ്ണം എന്നെ തല്ലണ്ടമാവ, അത് രസ. അതില് ഊല ഊല, ഒരു പക്ഷെ അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ആ പാട്ട് നമുക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിന്റെ കാര്യം, എന്റെ ചെറുപ്പത്തിൽ കിങ് ഫിഷറിന്റെ ഒരു ആഡ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമാണ് കേൾക്കാൻ. അപ്പൊ ഈ ഊല എന്ന് പറയുന്ന സാധനം, അത് നമുക്കൊരു, നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതൊരു തെറിയായിട്ടും തോന്നും, എന്നാൽ അത് തെറിയുമല്ല. അതിലൊരു ഹ്യൂമർ ഉണ്ടല്ലോ. ഇതിങ്ങനെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഞാനിത് എഴുതിയ. അപ്പോൾ ഇത് പണ്ടോട്ടേയുള്ള ഫ്രേസ് ആണല്ലോ, എന്നെ തല്ലണ്ടമാവ, ഞാൻ നന്നാവില്ല. അതിന് ശേഷം ആലോചിച്ചപ്പോൾ മണ്ണിലടിയും വരെ ഞാൻ നന്നാവില്ല. അപ്പോൾ ആ സമയത്ത് ഈ മരണമാസ് കൊലമാസ് എന്നൊക്കെ ആൾക്കാരിങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ആ സമയത്ത് വെറുതെ ഒരു പാട്ട് ഞാൻ ഒരു ദിവസം ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില വരികളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ദുനിയാവിൽ റബലാണ് ഞാൻ, മനതാരിൽ ചെതലാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഉള്ള സാധനമായിരുന്നു ജീവിതം ഒരു മരണമാസ്, ഞാൻ അതിൽ കൊലമാസ്. ദുനിയാവിൽ റബലാണ് ഞാൻ, ഫേസ്ബുക്കിൽ സൂര്യനാണ് ഞാൻ, സത്യത്തിൽ ശൂന്യനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ചുമ്മാ എഴുതി വെച്ച സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഷാൻ അത് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് വടക്കൻ സെൽഫി ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ഒരു വരിയായിരുന്നു, ഇത് എന്താണ്, ജീവിതം ഒരു മരണമാസ്, ഞാനതിൽ കൊലമാസ്. അത് ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ട. വ്യത്യസ്തമായ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ കുറുമ്പത്തി ചുന്ദരി നീ ചൂളമിടാൻ പോരൂ, അത് കുറച്ചൊരു ക്യൂട്ട്നെസ് ഉള്ള പാട്ടാണ്. അതിനകത്ത് അത് എനിക്ക് തോന്നുന്നു വിനീതിന് അങ്ങനെ കുറച്ച് പാട്ടുകൾ വേണം ഇനിയും. അതായത് അത് ക്യൂട്ടായിട്ട് പാടാൻ പറ്റുന്ന ഒരു വോയിസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 2 വരി മൂളും, അപ്പോൾ മനസ്സിലാവും എല്ലാവർക്കും. അയ്യോ, എനിക്ക് പാട്ട് ഞാനത് പാടിയ ഒന്നെന്താന്ന് വെച്ചാൽ, ഞാൻ പാടുന്ന സമയത്തും ഒരുപാട് സമയം എടുത്ത് പാടിയ പാട്ടല്ല അത്, പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത പാട്ടാ അത്. എനിക്കത് കുറുമ്പത്തി ചുന്ദരി നീ ചൂളമിടാൻ പോര്, അതിന് ശേഷമുള്ളത് എനിക്ക് അറിയില്ല, ഞാൻ എവിടെയും പാടിയിട്ടില്ല. ഇത് ഓർമ്മയുണ്ട്, തെന്നലിട്ടൊരു ഉയലാടി മഞ്ഞു തുള്ളികൾ, ബാക്കി എനിക്ക് ഓർമ്മയില്ല. ഇഷാന്റെ പാട്ടുകളിൽ റോക്കറ്റ് പോലെ സോഷ്യൽ മീഡിയയിൽ പോയൊരു സാധനമാണ് എൻ്റെ മേടെ ജിമിക്കി കമ്മൽ. അതെ, ഒരുപാട് രാഷ്ട്രീയ വ്യവഹാരങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള ജിമിക്കി കമ്മൽ ഇപ്പോഴും പലരെയും കളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ പാട്ടിന് പലതരത്തിലുള്ള റേഞ്ച് വന്നു. പക്ഷെ അന്നത് സൂപ്പർ ഹിറ്റായിരുന്നു. സൂപ്പർ ഹിറ്റ് എന്നൊന്നും അല്ല ഇതിന് പറയേണ്ടത്, എന്താണെന്ന് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ ബൂം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഇങ്ങനെ കയറി അങ്ങ് പോവായിരുന്നു. അത് ഈ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന സമയത്ത്, ആ സമയത്ത് എന്താണ് ഇത് കണ്ടിട്ട് തോന്നിയത്? ഇതിന്റെ ഇതെല്ലാം ഫെയില്യൂർ ആയെന്നാണോ മനസ്സിലാക്കിയത്? അല്ല, അന്ന് ലാലുവേട്ടനും ബെന്നിച്ചേട്ടനും കൂടെ ഷാനിന് കൊടുത്ത ഹുക്ക് ഫ്രേസ് ആയിരുന്നു അത്. അതായത് എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ, എൻ്റെ അപ്പൻ കട്ടുകൊണ്ട് പോയെ, അത്രയാണോ അടുത്ത ലൈനും കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവര് ഷാന് ഈ ഒരു ലൈൻ വെച്ചിട്ട് ഒരു പാട്ട് അനിലേട്ടനാണല്ലോ എഴുതിയത്, പനച്ചുരാൻ. എന്നിട്ട് അനിലേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ബാക്കിയുള്ളത്
അനിലേട്ടനെ എഴുതി. പിന്നെ അതിൽ ഇങ്ങനെ കുറച്ച് ഭയങ്കര സിമ്പിളായിട്ട് എന്നാൽ ഭയങ്കര രസമായിട്ട് ഷാൻ അപ്രോച്ച് ചെയ്തൊരു പാട്ടാണ് അത്. അപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, എടാ ഒരു നല്ല രസമുള്ളൊരു ഹുക്ക് ഫ്രൈസ് ലാലുവേട്ടൻ തന്നിട്ട് പോയിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ എൻ്റെ അപ്പൻ കട്ടുകൊണ്ട് പോയ കറക്റ്റ് ശിങ്കാരി മേളത്തിൻ്റെ താളത്തിലാണ് ഇരിക്കുന്ന ഇത്. അപ്പം ഞാൻ പറഞ്ഞു, എടാ കേട്ടിട്ട് രസമുണ്ട് എന്നാണ്. അപ്പോൾ ഇത് നീ പാടണം, നിൻ്റെ കുറച്ച് കൊനഷ്ടമാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആയിട്ട് ഞാൻ അയച്ചുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഷാൻ എനിക്ക് അയച്ചു തന്നു. ഷാൻ പാടിയൊരു വേർഷൻ അയച്ചു തന്നു. അപ്പം ഞാൻ ഏതോ സിനിമ കാണാൻ വേണ്ടിയിട്ട് സിനിമാ തിയേറ്ററിൻ്റെ പാർക്കിങ്ങിൽ ഇങ്ങനെ ചെന്ന് ഇരിക്കുക. അപ്പം ഞാനും ഉണ്ട്, എൻ്റെ വൈഫുണ്ട്, ദിവ്യുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷാൻ പാട്ട് അയച്ചിട്ടുണ്ട് പാടാൻ വേണ്ടിയിട്ട്, ഞാൻ ഒന്ന് കേട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ കാറിൽ ഇത് പ്ലേ ചെയ്തു. ടട്ട കൊട്ര അങ്ങനെ തട്ര അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അയച്ച സാധനത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ കേട്ട് ആ പാട്ട് കഴിഞ്ഞ ഉടനെ ദിവ്യ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പാട്ടൊരു പോക്ക് പോകുമെന്ന് പറഞ്ഞു. അവളാണ് ഫസ്റ്റ് അത് പറഞ്ഞു, ഈ പാട്ടൊരു പോക്ക് പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ എൻ്റെ അടുത്ത് നിനക്കിതിൽ എന്തൊക്കെ ആഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു കുതിരയുടെ സൗണ്ട് ഇട്ടാലോ എന്നിട്ടൊരു സാധനം. പിന്നെ മറ്റേ പഴയ മിമിക്രിക്കാരൊക്കെ ചെയ്യൂലേ, എന്നിട്ട് ഡോറ് തുറക്കുന്ന സാധനമൊക്കെ, അങ്ങനത്തെ കുറെ സാധനങ്ങൾ. അതെ, അത് ഞാൻ ചെയ്ത കുതിരയുടെ. ഞാൻ അങ്ങനെ കുറെ മൃഗങ്ങളുടെ ശബ്ദമൊക്കെ പാട്ടിൽ ഇട്ടിട്ടുണ്ട്. കൊക്കക്കോഴിയുടെ തുടക്കത്തില് അതൊക്കെ ഞാൻ ചെയ്ത. ഞാൻ വിചാരിച്ചത് ഷാൻ ഫാക്ടറിയുടെ ഒരു സാധനം. ഷാൻ അതിൽ ഓൾറെഡി ഷാന്റെ സാധനം ഉണ്ടായിരുന്നു. അത് മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, കൊട്ര തട്ര, ആ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഇൻ ബിറ്റ്വീൻ ബാക്കി. അത് അടിപൊളി കേട്ടോ. ഈ ഷാന്റെ പാട്ടിലെല്ലാം ഷാന്റെ ഒരു സാമീപ്യം ഉണ്ടാവും. അതായത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. ഇപ്പൊ വാവ് സോങ്ങിലാണെങ്കിൽ ഓ റബ്ബ ഭയങ്കരി പെണ്ണ്, അതൊക്കെ ഷാനെ പറ്റുള്ളൂ. അപ്പൊ അവന് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. അതുകൊണ്ടാണ് അവന്റെ പാട്ട് അങ്ങനെ വരുന്നത്. അതേപോലെ ഷാൻ എല്ലാത്തിലും ഓരോ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇടും. അപ്പൊ ഇതും കൂടെ കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് വലിയൊരു ഫാക്ടറി ആണെന്നുള്ളത്. അത് ഷാനും ഭയങ്കര പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഹ്യൂമർ ഭയങ്കര ആസ്വദിച്ച്, ആദ്യത്തെ പടം തൊട്ടേ മറ്റേ കാത്ത് കാത്ത് വെച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി പോയി പോയി, അങ്ങനെ അത് മലർവാടിയിലേ ഉണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, പാട്ടിൻ്റെ പരിപാടി ആയതുകൊണ്ട് എന്തായാലും യോജിക്കുന്നൊരു ചോദ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ വിനീതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സംസാരം എന്ന് പറയുന്നത് കുറച്ചൊരു ആത്മീയതയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഇല്ല ഇല്ല ഇല്ല. അല്ല, അതെങ്ങനെയാണ് നോക്കി എന്താണെന്നറിയോ, എനിക്ക് മനസ്സിലായ കാര്യം എന്താ പറയുക, കേരളത്തിൽ നമ്മൾ ഇതൊന്നും പറയരുത്. അത് ഇതിനെ പറ്റിയിട്ട് വേറൊരാൾക്കൊരു അഭിപ്രായം, താഴെ അടിയാണ് ആൾക്കാർ. അവൻ എന്തെങ്കിലും വിശ്വസിച്ചാൽ നിനക്കെന്താണെന്ന് പറഞ്ഞിട്ട് ആരോ തമ്മിൽ അടി ഉണ്ടാക്കുക. അതെ, പരസ്പരം അറിഞ്ഞുകൂടാത്തവര് വിനീതിന് വേണ്ടിയിട്ടും എതിരഭിപ്രായം പറയുന്ന ആൾക്ക് വേണ്ടിയിട്ടും. അതുകൊണ്ട് നീ കേരളത്തിലൊന്നും മിണ്ടുന്നില്ല. നമ്മളോട് ആൾക്കാർ പറയല്ലോ, നിലപാട് പറയണം, നിങ്ങൾ ഒന്നും പറയേണ്ട കാര്യമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്കാർ നമ്മളുമായിട്ട് അടി ഉണ്ടാക്കും, അവർ തമ്മിൽ അടി ഉണ്ടാക്കും. എന്തിനാ അടി? ഒരു അടി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആത്മീയതയെക്കുറിച്ച് തൽക്കാലം സംസാരിക്കുന്നില്ല. ആത്മീയത വിനീതിന്റെ മനസ്സിനകത്ത് തന്നെ ഇരുന്നോട്ടെ. ആ മനസ്സിനകത്ത് ഇരുന്നിട്ട് നമുക്ക് ഇതേപോലത്തെ പാട്ടും കുറച്ച് കൊനിഷ്ടും കുറച്ച് മിമിക്രിയൊക്കെ തരട്ടെ, അല്ലേ? അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇതെന്തായാലും ഹാപ്പി ആയിട്ടിരിക്കും. അടിപൊളി. ഇത്രയേറെ എന്നോട് ഇത്രയും സംസാരിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. ഇല്ല, ഞാനും ഇതുപോലെ എവിടെയും ഒരു ഇന്റർവ്യൂവിലും പറയാത്ത കാര്യങ്ങളും സംസാരിക്കാത്ത കാര്യങ്ങളും ആരും ചോദിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ സന്തോഷം. കുറേ പഴയ കാര്യങ്ങൾ ഓർത്തു. അതെ അതെ അതെ. ഇനി നമുക്ക് കാണാം, നൊസ്റ്റാൾജിയ നമുക്ക് ഉണർത്താം. വേണ്ട, ഉണർത്തി എനിക്ക് മടുത്ത്. എങ്കിലും അടുത്ത പടം നൊസ്റ്റാൾജിയ പിടിക്കണം കേട്ടോ. ഇല്ല, അടുത്തില്ല. നമ്മൾ വേറെ ജോണറും കൂടെ മാറ്റി പിടിക്കാം. ഞാനിപ്പോൾ അനൗൺസ് ചെയ്യാം. വേണ്ട, ജോണർ അനൗൺസ് ചെയ്യണ്ട. വേണ്ട, ജോണർ അനൗൺസ് ചെയ്യണ്ട. പക്ഷെ വേറൊരു ജോണറിലായിരിക്കും വിനീതിന്റെ അടുത്ത പടം വരിക. അല്ലെ? അങ്ങനെ പറയാമല്ലോ. വിനീതിന്റെ അടുത്ത പടം വേറെ ലെവൽ പടമാണ്. അങ്ങനെ പറയല്ലേ? കുഴപ്പമില്ല, കുറച്ച് ലെവലിൽ കുറച്ചുള്ള പടമാണ്. അത് മതി. അങ്ങനെ പറയണ്ട, അത് മതി. സംഭവം ജോണർ വേറെയാണ്. വിനീത് എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷെ ഇപ്പൊ ഷെയർ ചെയ്യാൻ പറ്റില്ല. നന്ദിയുണ്ട് സംസാരിക്കും. താങ്ക് യു സോ മച്ച്. അതാണ് ഡയലോഗ്. എങ്കിലേ ശരിയാവുള്ളൂ.